കൊണ്ടുവന്ന മുട്ടായി നീ ഇതുവരെ കഴിച്ചില്ലേ? എനിക്ക് വേണ്ട. അയ്യോ, അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടിയ 2 സെക്കൻഡിൽ തിന്നും. എന്താ ഡാഡി നിനക്ക് ഇഷ്ടപ്പെട്ട ഈ മുട്ടായും കൊണ്ടുവന്നു. അത് വേണ്ട. അതെന്ത് എന്ത് പറ്റി? എനിക്ക് വേണ്ട. അങ്ങനെയല്ലല്ലോ. വാ, എന്ത് പറ്റി? കാര്യം പറ. എന്തോ ഉണ്ട്. ഇല്ല, ഒന്നുമില്ല. എടാ എന്തുവാ? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഇതൊന്നും വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട ഇതും വേണ്ട, ഇത് വേണ്ട. അപ്പൊ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നീ ചെയ്യൂല. എന്തായാലും വഴക്ക് പറഞ്ഞതല്ല. പിന്നെ എന്താ? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലല്ലോ. എന്നാലും പറഞ്ഞു. ചേച്ചി രാവിലെ വന്നപ്പോഴേ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ലേ? എനിക്ക് മാത്രം എന്താ തരാത്ത? അതുകൊണ്ട് നിന്നെ ഇഷ്ടമല്ലാതാവോ? അത് മാത്രമല്ല, വേറെ ഉണ്ട് കുറെ. വേറെന്തോന്ന്? ജ്യൂസ് ഉണ്ടാ? ഇനി എവിടെന്നാ ജ്യൂസ്? 2 മൊസമ്പി ഇരുന്നതാ ജ്യൂസ് ആക്കിയത്. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് മക്കളെ, ചേച്ചിക്ക് നല്ല കട്ടിയുള്ള ആഹാരമൊന്നും കഴിച്ചൂടാ. എന്തിന്? ഇല്ലില്ല. ചന്ത പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ ഒരു പെണ്ണുമ്പുള്ള കൊച്ചിനെ എടുത്തു വെച്ചിട്ട് കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ വേണോ അത് കണ്ട് കഷ്ടം തോന്നിയിട്ട് തവിട് കൊടുത്തിട്ട് ആ പെണ്ണുമ്പിള്ളയുടെ മേടിച്ചാ നിന്നെ. ഈ ചേച്ചി പറയാണ് ഞാൻ അമ്മയുടെ കൂടെ അല്ല കിടക്കുന്നതെന്ന്, ചേച്ചിയാണ് കിടക്കാൻ പോകുന്നതെന്ന്. എന്താന്ന് വെച്ചാൽ അവള് കൊറേ ദിവസമായില്ലേ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഇപ്പൊ അവൾക്ക് അമ്മയുടെ കൂടെ കിടക്കാൻ കൊതിയായിട്ടുണ്ടാവും. മക്കള് മാവന്റെ കൂടെ പോയി കിടന്നോ. കൊള്ളാം. ഇതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഇത്രേ ഉള്ളൂ. മരമാക്രി. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നീ അങ്ങ് തീരുമാനിച്ച. നിന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന്. റൊണാൾഡോ അങ്കിൾ നിന്നെ കളിയാക്കിയും അമ്മ ജ്യൂസ് തരാത്തെ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാത്തെ അല്ലേ? എടാ പൊട്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞു. നീ അമ്മയുടെ വയറ്റിൽ ആയെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് നിന്നെ കാത്തിരിക്കുവായിരുന്നു നീ ഒന്ന് പുറം ലോകം കാണാൻ വേണ്ടി. അതിനുശേഷവും നിന്നെ കുളിപ്പിക്കുന്നത്, ഡയപ്പർ ചേഞ്ച് ചെയ്യണം. നിന്റെ ഒറിജിനലി നിന്റെ അമ്മ ഞാനാണ്, സത്യം. ഈ ഒരു 2 മാസം മുമ്പല്ലേ നീ എന്നെ കാണാതായിട്ടുള്ളൂ. അതുവരെ നിന്റെ എല്ലാ കാര്യവും ഞാനല്ലേ നോക്കിയിരുന്നത്. അപ്പൊ നീ കുറച്ചൊരു നീളവും വണ്ണവും വെച്ചപ്പോ ഞാൻ ചെയ്തെല്ലാം നീ മറന്നു. ഉടനെ എനിക്ക് സ്നേഹമില്ലാതായ. എടാ തക്കുടു, നീ തന്നെ ചിന്തിച്ചിട്ടുണ്ടാ നമ്മുടെ കുടുംബത്തെ എത്ര ആൺപിള്ളേരുണ്ട്? ആരുമില്ല, എല്ലാം പെൺപിള്ളേരാ. അപ്പൊ നമ്മളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കൊച്ചാണ് നീ. അപ്പൊ ഈ കുടുംബത്തിലെ രാജകുമാരാരാ? എന്റെ തക്കുടാണ്. എല്ലാരും ഫേവറേറ്റ് ഞാനാ. ആടാ, ഡാഡിയുടെ, മാമന്റെ, എന്റെ അമ്മയുടെ എല്ലാരും ഫേവറേറ്റ് നീയാ. ഇപ്പതാ ഡാഡി നേരത്തെ വന്നപ്പോ ഇത് മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് ചോദിച്ചെന്താന്നറിയോ? എന്റെ രാജകുമാരൻ എവിടെയെന്ന് അറിയോ? ഞാൻ എല്ലാരെയും ഫേവറേറ്റ്. നീ അങ്ങനെ വിചാരിക്കല്ലേ കേട്ടാ. ഇപ്പൊ കേട്ടിട്ടുണ്ടേ ഉമ്മ. ഇനി നിന്റെ ഫേവറേറ്റ് ആരാണ് ഈ വീട്ടില്? ഇത്ര സമയം വേണോടാ നിനക്കത് ആലോചിക്കാൻ? എനിക്കിഷ്ടം പറഞ്ഞുതരാം, ചേച്ചീനെ. എന്നെ? ഓ, എനിക്കറിയായിരുന്നു. എനിക്കിത് വേണ്ട. പഴക്കം മാറിയില്ലേ? നീ ചേച്ചി മേടിച്ചെന്നാ മതി. പൊന്നാണ് കേട്ടാ. ഇതെല്ലാം ഉണ്ടെങ്കിൽ ചേച്ചിയോട് ഒന്ന് പറയോ? കള